ആനയെ കണ്ടെത്തിയിട്ടു. നമ്മുടെ സാധുവിനെ ഭൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാട്ടിലേക്ക് ഓടിക്കേറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയെ കാട്ടിൽ നിന്ന് പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. വിജയ് ദേവരക്കൊണ്ട നായകനാകുന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഇന്നലെയാണ് ആന കാട് കയറിയത്. ആനയുടെ ചങ്ങലകളൊക്കെ അഴിച്ച് ആനയെ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രംഗം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റാനകൾക്കൊപ്പം ഈ സാധുവും ചിത്രീകരണത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനയുടെ ചങ്ങലയൊക്കെ അഴിച്ചിങ്ങനെ ആനയെ ഇങ്ങനെ വരിയായിട്ട് കൊണ്ടുവരുമ്പോൾ പുറകിൽ നിന്നൊരു കൊമ്പൻ ഒരു കുത്തുകുത്തിയപ്പോൾ നമ്മുടെ ഈ സാധു എന്ന ആന വേദനിച്ച് പൊളഞ്ഞ് കാട്ടിലുള്ള ഒറ്റ ഓട്ടം. പിന്നീട് രാത്രിയായി ആന എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു ഒഴിഞ്ഞ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നും ഈ നാട്ടാനയെ കണ്ടെത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സേഫ് ന്യൂസ് നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. ഇനി ഈ സാധുവിനെ തിരികെ എത്തിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, പേര് പോലെ ഒരു സാധുവായിരുന്നു. ആ കുത്തി കിട്ടിയപ്പോഴുള്ള വേദനയിൽ ചാടി ഓടിയതാ. എന്തായാലും അക്രമകാരിയല്ല ഈ ആനയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അല്പം പരിഭ്രാന്തി ഉണ്ടാക്കി. കാരണം കാട്ടിൽ ഉൾവനത്തിലേക്കൊക്കെ കയറിപ്പോയാൽ ഈ കാട്ടാന ഈ നാട്ടാനയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ നാട്ടാന പതുങ്ങി ആ ഭാഗത്ത് തന്നെ നിന്നു. ഒരു സ്പേര് പോലെ തന്നെ ഒരു പാവം സാധു അല്ലേ. അപ്പോൾ എന്തായാലും ആ നാട്ടാനയെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആ സ്ഥലത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആനയെ നമുക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ സേഫ് ന്യൂസ് നമുക്കൊപ്പം ചേരും. ആനപ്പുറത്താണോ സേഫ് ന്യൂസ് വരികയെന്ന് നമുക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഫോറസ്റ്റ് ഓഫീസർമാരെല്ലാം ആ സ്ഥലത്ത് ക്യാമ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അക്രമകാരിയായ ആനയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ കുത്തുകൊണ്ട ആനയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് ഫോറസ്റ്റ് ഓഫീസർമാർ അറിയിച്ചിരിക്കുന്നത്. ഇനി തിരിച്ചെത്തിച്ചതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എത്രമാത്രം പരിക്ക് ഗുരുതരമാണോ എന്ന് നമുക്ക് ആനയെ തിരികെ എത്തിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സാധുവിനെ തിരികെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത. അല്പസമയത്തിനുള്ളിൽ നമുക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. അല്പസമയത്തിനുള്ളിൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും.